ഹായ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പോൾ ഇതാ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, മുടി കെട്ടിയിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഇത് നമ്മളെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് കേട്ടോ, ലോങ് ലാസ്റ്റിംഗ് അല്ല. കാരണം ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ മങ്ങി മങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് മങ്ങിപ്പോവും. അപ്പോൾ ലിപ്പ് ലൈനർ ഞാൻ ഇതൊന്നും ഡെയിലി ഉപയോഗിക്കുന്നതല്ല കേട്ടോ. ലിപ്പ് ലൈനറൊക്കെ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് ലിപ്പ് ലൈനർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ചുണ്ടിന് നല്ല ഒരു ഷേപ്പൊക്കെ തോന്നും. അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ മുടി സാധാ പോലെ തന്നെ മെടഞ്ഞിട്ടിട്ട് മുന്നിൽ നിന്നെടുത്ത് മെടഞ്ഞിട്ടിട്ട് താഴോട്ടിടാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് ശേഷം മുല്ലപ്പൂവില്ലാതെ നമുക്കെന്താ ആഘോഷം. അപ്പോൾ മുല്ലപ്പൂവ് ഉണ്ട് കേട്ടോ. മുല്ലപ്പൂവുള്ള സന്തോഷത്തിലാണ് മുടി കെട്ടാൻ ഭയങ്കര ഉഷാറെനിക്ക്. അപ്പോൾ പൂവ് എങ്ങനെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. മുല്ലപ്പൂ മണക്കുമ്പോൾ തന്നെ നല്ല മണമുള്ള പൂവാട്ടോ. നല്ല റേറ്റും ഉണ്ട്. 75 രൂപ ഒരു മുഴത്തിന്. 75 രൂപയുണ്ട്. ഇന്നിപ്പോൾ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഓണത്തിൻ്റെ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് മാത്രം പൂ വാങ്ങിയതാട്ടോ. അപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഇങ്ങനെ കൺഫ്യൂഷനാണ്. ആദ്യം ബേക്കൗട്ട് വെച്ച് നോക്കുമ്പോൾ അത് ചേരുന്നില്ല. പിന്നെ ഞാൻ സ്ഥിരം പിടിക്കുന്ന അതേ മോഡലിൽ തന്നെയാണ് കേട്ടോ വന്നെത്തിയത്. അടിയിൽ കൂടി എടുത്തിട്ട് കുത്തുന്ന ആ രീതിയിലേക്ക് തന്നെയാണ് ലാസ്റ്റ് വരുന്നത്. ഇതൊന്നും എനിക്ക് അത്ര പിടിച്ചില്ല. ഇപ്പോൾ അതാകുമ്പോൾ 2 സ്ലൈഡ് കൊണ്ട് അവിടെ നിന്നോളും. ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു സെലിബ്രേഷൻ വരിക, പിന്നെ പൂ വെച്ച് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പം നിങ്ങളെയൊക്കെ ഓണം എവിടം വരെയായി? എല്ലാവർക്കും ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പൊതുവേ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ ഒരുങ്ങാനും അല്ലേ, ഓണം എന്ന് പറയുമ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ സെറ്റ് സാരി ഉടുത്ത് അല്ലെങ്കിൽ പട്ടുപാവാട ഉടുത്തിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരുങ്ങുക എന്നുള്ളതാണ് ഓണം എന്ന് പറയുന്നതാണ് സ്ത്രീകൾ പൊതുവേ അല്ലേ. എല്ലാവർക്കും ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അതൊക്കെ തന്നെയാണ് സന്തോഷം. പിന്നെ നല്ല ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, ഓണസദ്യ അല്ലേ, ഓണസദ്യ കഴിക്കുക, പായസം കഴിക്കുക, ഇതൊക്കെ തന്നെ എല്ലാവർക്കും സന്തോഷം എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ.